കണ്ടില്ലേ, ബോർ സൈസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, രണ്ട് ദ്വാരപാലകരെ പോലെ രണ്ട് സിംഹങ്ങളാണ്. ഒരാൾ മാസ്ക് വെച്ചിട്ടില്ല, കണ്ടില്ലേ. അതുപോലെ അവിടെ കണ്ട ഒരു മാനുണ്ട്. ഇവിടെ ശരിക്കും ചെരുപ്പ് ഊരിയിട്ട് കയറി പോകണം. തിരിച്ച് നമുക്ക് ഇതുവഴി പാലം വഴി ഇങ്ങനെ പോവാം. രണ്ട് പിള്ളേർക്ക് സീബ്രയുടെ ഒക്കെ മോളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. പറയാൻ കയറണോ? ഹലോ, ഹായ്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാ. അപ്പോൾ നമ്മളുടെ അനുവും ഫാമിലിയും ഉണ്ട്. അപ്പം നമ്മളിന്ന് നമ്മുടെ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് നമ്മളൊരു പുതിയ വണ്ടിയിലാണ്. അപ്പോൾ ആ വണ്ടിയുടെ യാത്രാ എക്സ്പീരിയൻസും എല്ലാം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പ്രയാഗ് രാവിലെ കുറച്ച് കലിപ്പിലൊക്കെ ആയിരുന്നു. ആ കലിപ്പൊക്കെ കഴിഞ്ഞ് എന്തായാലും യാത്രയിൽ കയറി അങ്ങ് ശരിയായി, ഓക്കെ ആയി. പ്രയാഗ് ഹായ് പറ. അവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ശരിക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ കാണാൻ നല്ല അടിപൊളി രസമുള്ളൊരു നദിയാണ്. നദിയുടെ പേര് ഏതാണെന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ, അധികം വീഡിയോ എടുത്തോണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് അടി കിട്ടും, കാരണം ആൾക്കാർ അവിടെ നിന്ന് കുളിക്കുക. കണ്ടില്ലേ? പക്ഷെ നമ്മുടെ നാട്ടിൽ ഭാരതപ്പുഴ കഴിഞ്ഞിട്ട് വേറെ ബാക്കി നദികളിലും ഇതുപോലെ കര ഇങ്ങനെ കാണാൻ പറ്റില്ല അല്ലേ. ഭാരതപ്പുഴയൊക്കെ ആണെങ്കിൽ ശരിക്കും ഇതുപോലെ മണൽത്തിട്ടകൾ കാണാൻ നല്ല രീതിയിൽ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കാനും ആഹാരമൊക്കെ കഴിക്കാനും ഒക്കെ നല്ല രസമുള്ള ഇതാണ്. പ്രയാഗ് എന്താ പറയാനുള്ളേ? നമുക്ക് പോണോ? തിരിച്ച് വീട്ടിൽ പോയല്ലോ. മാളൂട്ടി എന്താ പറയുന്ന പറ. ഹായ് പറ എല്ലാവർക്കും. ഹായ്. അപ്പോൾ ശരിക്കും നമ്മൾ എങ്ങോട്ടാണെന്ന് ജസ്റ്റ് വരുന്ന വഴിക്ക് നോക്കുകയോ ചെയ്ത് വൺ ഡേ ട്രിപ്പിൽ നമുക്ക് മോർണിംഗിൽ ഇറങ്ങിയിട്ട് വൈകിട്ട് തിരിച്ചെത്തണം. അപ്പോൾ ശരിക്കും ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗട്ടാറാണി എന്ന് പറയുന്ന ഒരു ടെമ്പിളുണ്ട്. അത് റോക്ക് ടെമ്പിളാണ്. റോക്കിനകത്തൊരു ടെമ്പിളും അതുപോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ശരി. ഇവിടെ ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കാണാൻ നല്ല അടിപൊളി രസമുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നീളമായി. കണ്ടോ, ഇത് ഫുള്ള് പാറയാണ്. കണ്ടില്ലേ, നല്ല കട്ടി. മോളെ അങ്ങോട്ട് പോലെ വണ്ടി വരും. കണ്ടില്ലേ, കട്ട പാറയാണ്. ഇതാണ് റോഡിൻ്റെ സൈഡ്. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നത്. നമ്മളിനി അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് നേരെ മഹാസമുദ്രം നമ്മൾ ഗട്ടാറാണി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ നമ്മുടെ പാറയാണ് ഫുള്ള്. അപ്പോൾ ഇവിടെ കൃഷിയോഗ്യമൊന്നുമല്ല. പക്ഷെ എന്നിട്ട് പോലും ഇതിനിടയ്ക്ക് എനിക്ക് തോന്നാണ്ട് ഒരേ മരങ്ങൾ, തേക്ക്, അതുപോലെ ആലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇത്രയും വിസ്തൃതിയിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ പാറ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ പ്രയാഗെ? എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? അണിതി വെക്ക് പറ. കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇവിടെ പറ, ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ. ഇവിടെ ഇത് ഹായ് പറ. ചേച്ചിയുടെ ഇതിനകത്ത് ഹായ് പറ. അമ്മ പോവാം നമുക്ക്. എന്നാ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? പ്ലാൻ അങ്ങോട്ടങ്ങ് ആക്കട്ടെ. ഇതാണ്ട് ഹായ് ഹായ്. പ്രയാഗിനെ ഇവിടെ ആക്കിയിട്ട് പോയാലോ നമുക്ക്? അതെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടില്ലേ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അതെന്തു മക്കളെ, എംബാമ്പ ഉണ്ടോ? എംബാമ്പ മേയുന്നുണ്ടോ? നല്ല അടിപൊളി രസമുണ്ട് കാണാൻ. നമ്മൾ ഈ വന്ന റോഡും ശരിക്കും ഒരു ചെറിയ കാട് പോലാണ്. കാടിന് ഇടയിലൂടെയുള്ള റോഡാണ്. കാണാൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ? ആൾക്കാരൊക്കെ, വണ്ടിക്കാരൊക്കെ എനിക്കൊന്ന് വണ്ടി റോഡിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹോൺ അടിച്ചിട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ നിർത്തിയിട്ട് എന്താ കാണിക്കുന്നത്? ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി കാണാൻ കാഴ്ചകൾ നല്ല രസമുണ്ട്. എന്തായാലും കാഴ്ചകളൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി. ഇവിടെ ബണ്ട് കെട്ടി നിർത്തി. കാരണം ഇവിടെ ബണ്ട് കെട്ടി നിർത്തി ചെറുതായി വെള്ളം മറിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിച്ച് താഴെ കെട്ടിയേക്കുക. അവിടെ തന്നെ ഈ കിടക്കുന്ന കല്ലുകളെന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഗ്രാനൈറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ മാർബിളൊക്കെ കട്ട് ചെയ്തില്ല, അതുപോലെ അത്ര ഫിനിഷിങ്ങുള്ള രീതിയിലാണ് കല്ല് കിടക്കുന്നത്. താഴോട്ട് ഇറങ്ങിപ്പോകാൻ പാടായിരിക്കും. അത് നോക്കട്ടെ. ഇവിടെ കണ്ടില്ല, ഇവിടെ കണ്ട അടിപൊളി മണപ്പുറം കേട്ടോ. അതാണ്ട് ഈ ഇപ്പുറത്തെ സൈഡ് കാണാൻ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ് കാണാൻ. വാ കണ്ടോ, ഇവിടെ സൂപ്പർ കാണാൻ. ഇവിടെ ഇതുവഴി നമ്മൾ വന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഗട്ടറാണിയിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇവിടെ താഴെ പോയി വീഴും. കണ്ടോ,
നമ്മൾ ഈ കിടക്കുന്നുണ്ട്, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത്. എൻ്റെ പ്രയാഗം ഉണ്ട്, മാളൂട്ടിയുണ്ട്. പിന്നെ എന്തായാലും കൊള്ളാം. ഇത് എനിക്ക് തോന്നുന്നു നല്ല വെള്ളമൊക്കെ ഉള്ളപ്പോൾ ഇത് കണ്ടില്ലേ, ആ റോഡ് വഴി അതുവഴി ക്രോസ് ചെയ്ത് വെള്ളം അപ്പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവിടെ എന്തോ പാലം അങ്ങനെ കണ്ട അതങ്ങണ്ടൊക്കെ പൊളിഞ്ഞ് കിടക്കും, അവിടെ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാഴ്ച കൊണ്ട് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഇനി ഏകദേശം ഇതുപോലുള്ള ചെറിയ റോഡുകളാണ്, അപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യാനും കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഈ 40 കിലോമീറ്ററിന് ഇപ്പോൾ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേറെ കാഴ്ചകൾ കാണാം. ശരി. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഇനി ചെറിയ കട്ട് റോഡാണ്, ശരിക്കും ടാർ ചെയ്ത റോഡ് തന്നെ. പക്ഷേ ശരിക്കും റോഡ് കുഴപ്പമൊന്നുമില്ല, കട്ടറൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ് തന്നെ. പക്ഷേ ഒരൊറ്റ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, ഗ്രാമങ്ങളിലുള്ള റോഡ് പോലെ ഉണ്ട്. ഇവിടെ ഭയങ്കര പശുവിന്റെ ശല്യമാണ് വണ്ടി ഓടിക്കുമ്പോൾ. എന്താ വണ്ടി വരുന്നത് നോക്കുന്ന പോലും ഇല്ല. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. പുഞ്ചപ്പാടം കേരളത്തിന്റെ നൊസ്റ്റാൾജിയ. അതെ അതെ, ഇവിടെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു മരുന്നടിക്കുന്ന കളയ്ക്ക് മരുന്നടിക്കുന്നു, ഇവിടുത്തെ കളയ്ക്ക് മരുന്നടിക്കുന്നു. അതെ, കളയല്ലേ, പക്ഷെ ഇത് ഉണങ്ങി പോകാനായിരിക്കും കേട്ടോ. ഈ നിൽക്കുന്ന സാധനം അടുത്ത കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഈ പുല്ല് വെട്ടി നിർത്തിയേക്കുന്നില്ലേ, ആ സാധനം മരുന്നടിച്ച് കഴിയുമ്പോൾ ഫുൾ അങ്ങ് ഉണങ്ങി പോകായിരിക്കും. കാട്ടുപോത്താണോ ശരിക്കുള്ള നാട്ടു പശുവല്ലോ? കാട്ടുപോത്ത്. അപ്പൊ നമ്മള് ഇവിടെ വരെ വണ്ടി വരും കേട്ടോ. നമ്മൾ അവിടെ കണ്ടു വിട്ടിട്ട് വന്നാ അവിടെ നടന്നു വന്നാലോ നമുക്കെന്നാ? അങ്ങോട്ട് പോയിട്ട് തിരിച്ചു അങ്ങോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചുനാളിൽ ശരിക്കും ഈ റോഡ് സൈഡിലെ ഓരോ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇതുപോലെ ഓരോ പൈപ്പുകളാണ് കണ്ടില്ലേ, ബോർ സൈസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. രണ്ടുപേരും കൂടെ കണ്ടത് എന്തുവാന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ പിള്ളേരെന്ന് ശരിക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും. ശരിക്കും അതിനടിയിലൊരു ബോർവെല്ലും, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ ജലക്ഷാമമുള്ളടുത്ത ഏരിയയിലാണ് ഇത് കൂടുതലും. നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉണ്ട്. ഇതാണ്ട് ഒരു ചെയിൻ പോലത്തെ ഒരു സ്പ്രിങ് ആണ് ഉണ്ടോ, ഇതുവഴി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് വെള്ളം നമുക്ക് ഇതുവഴി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗട്ടാറാണി ഇവിടെ എടുത്തി. ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നല്ല പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരുവാ ഇത്. അപ്പം ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൗണ്ടാണ്, ഞാൻ കണ്ടിട്ടില്ലേ, ഇവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മളിവിടെ പാർക്ക് ചെയ്തു, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ ഈ കാട്ടിനിടയ്ക്ക് തന്നെ ഇവർ ചെറിയ സ്ഥലങ്ങൾ പോലെ ഇതുപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. പക്ഷെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ തിരക്ക് അത്ര കാണത്തില്ല എന്ന് കരുതിയ കുട്ടികളായിട്ടൊക്കെ വന്നേ. എന്താ നോക്കട്ടെ, ഇതുണ്ടല്ലേ നല്ല രീതിയിൽ. ഞങ്ങൾ ശരിക്കും ഇവിടം വരെ വന്നേ, അവിടുന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ ഉണ്ട് ഇങ്ങോട്ടെ. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഇവിടെ വണ്ടി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, കുട്ടികളൊക്കെ എല്ലാം വേണ്ടി ഇവിടെ വന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ രക്ഷയില്ല ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാൻ. ഉണ്ടല്ലേ, മൊത്തം ഈ സൈഡിലേ ഉള്ളൂ പാർക്ക് ചെയ്യാൻ. ഒരു വണ്ടി സൈഡിൽ ഇട്ടാൽ തന്നെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ അകത്ത് ഇവിടെ സാധാരണ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പം ഈ നവരാത്രിയുടെ ടൈമിലൊക്കെ ഭയങ്കര മേളകളും അങ്ങനെ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്നിപ്പോൾ വന്നപ്പോഴും നല്ല തിരക്കുണ്ട്. ഓൾറെഡി സ്റ്റോളുകളും എല്ലാം ഓപ്പണാണ്. പിന്നെ സൺഡേ പൊതുവേ റായ്പൂറൊക്കെ അതായത് ഛത്തീസ്ഗഡിലൊക്കെ ലോക്ക്ഡൗൺ ആണ്, 2 മണി വരെ ഓപ്പൺ ഉള്ളതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക് പോയിട്ട്. ഇവിടെ ജ്യൂസ്, കരിമ്പ് ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തേക്കോ, വണ്ടി വരുന്നേ. ഇവിടെ ഇത്രയും സ്ഥലമേ ഉള്ളൂ പാർക്ക് ചെയ്യാനുള്ള, ഇത്രയും ഏരിയ ഉള്ളൂ. ഇത്രയും സ്ഥലത്ത് എല്ലാ വണ്ടികളും ഓൾറെഡി എല്ലാം ഒക്കുപ്പൈഡ് ആകണ്ടല്ലേ, ഫുള്ള് പാർക്ക് ചെയ്തേക്കോ. വേണ്ട, ഈ 2 ദ്വാരപാലകരെ പോലെ 2 സിംഹങ്ങളാണ് അല്ലേ കുട്ടികൾ. അതാണ് എൻട്രൻസ്, ഇതാണ് ഗേറ്റ്, ഗട്ടാറാണിയിലേക്ക് പോകുന്ന ഗേറ്റാണിത്.
അപ്പോൾ ഇവിടുന്ന് 2 സൈഡിൽ ഇതുപോലെ സ്റ്റാളുകളാണ്. ശരിക്കും നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഒരാൾ മാസ്ക് വെച്ചിട്ടില്ല. കണ്ടില്ലേ, ഒരാൾക്കില്ല. വരുന്ന ഒരാൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു കുറേ പേരെ കണ്ടു, അതിനകത്ത് ഒരാൾ പോലും മാസ്ക് വെച്ചിട്ടില്ല. എല്ലാവരും ജസ്റ്റ് ഇതുപോലെ വരുന്നില്ല. എന്തല്ലേ, നീ വന്ന് ഇപ്പോൾ പോകുന്നത് നമ്മൾ മാത്രമേ വെച്ചിട്ടുള്ളൂ മാസ്ക്. ഇത് മരത്തിൽ പിടിക്കുന്ന തോന്നാം കേട്ടോ. മരത്തിൽ പിടിക്കുന്ന മോഡൽ കൂണല്ലേ, മരത്തിൽ ഇതിൻ്റെ ഇതിൽ പിടിക്കുന്ന പോലെ അവിടെ ഉണ്ട് കേട്ടോ. കൂണ് തന്നെ അല്ലേ കൂടുതലും. മുളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ കൂടുതലും. ഇതുവഴിയാണ് നമ്മൾ നടന്നു വന്നത്. ഇതുവഴി ഇറങ്ങി വരുന്ന വഴിയാണ്. വെള്ളം ഇല്ലാതെ ഒരു സെറ്റപ്പില്ല. അവർക്ക് പമ്പ് വെച്ച് അടിച്ചെങ്കിലും കയറ്റി കൂടെ. ശരിക്കും ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം ഉള്ളത്. പക്ഷേ ഇപ്പം മഴയൊക്കെ കുറവായതുകൊണ്ട് ഇന്ന് ഇടയ്ക്ക് മഴയുണ്ടല്ലോ. അപ്പം നമ്മൾ വെള്ളം കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം വെള്ളമില്ല. എന്തായാലും വെറുതെ ആയിപ്പോയി വന്നത്. എന്തായാലും നോക്കാം. ഇതുവഴി നമുക്ക് ടെമ്പിളിലേക്ക് പോകാം. എന്നിട്ട് അതുവഴി കറങ്ങി വരാൻ മുകളിൽ പോകാമെന്ന് എനിക്ക് തോന്നുന്നു കയറി. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഗട്ടാറാണി. ശരിക്കും ഇത് ടെമ്പിളും ഇതുപോലെയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷേ ഈ വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നത് ഇപ്പം ശരിക്കും ചെറുതായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഉണ്ടാണ്ടില്ലേ, അവിടെ നിന്ന് ചെറുതായിട്ട് വീഴുന്നുണ്ട്. വേണ്ടോ, ഇവിടെ എല്ലാവരും കിടന്ന് കുളിക്കുന്നുണ്ടാവും. പ്രയാഗിന് ഇവിടെ ഇറങ്ങണമെന്നൊരാഗ്രഹം. കാളയുടെ വാല് പോയി. കാളയുടെ വാലൊടിഞ്ഞു പോയി. കാട്ടുപോത്തല്ലേ? ആ കാട്ടുപോത്താ. അതുപോലെ അവിടെ കണ്ടോ ഒരു മാനുണ്ട്. ആ മാനിൻ്റെ അവിടെ മാത്രമേ ചെറുതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കൃഷ്ണനുണ്ട് കേട്ടോ. കൃഷ്ണനും ഒരു പശുവിൻ്റെ പുറത്ത് കൃഷ്ണനുണ്ട് ഇവിടെ. അവിടെ കാണാം. നമ്മൾ അങ്ങോട്ട് പോകാം. ഇവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഗുഹ പോലുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ക്ഷേത്രമാണ്. ഇത് കാളി ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഗട്ടാറാണി സമ്മതി ഗ്രാമം. കണ്ടില്ലേ, ഇത് കാളിയാണ്. കാളി ക്ഷേത്രമാണ്. എല്ലാവരും തൊഴുന്നുണ്ട്. ഭദ്രകാളിയുടെ ഒരു വിഗ്രഹമാണ്. വിളക്കൊക്കെ കത്തിക്കാം, നമുക്ക് തൊഴുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതുവഴി നമുക്ക് കയറി മുകളിലോട്ട് പോവാം. ഓക്കെ, നമ്മളിതുവഴിയാണ് കയറി വന്നത്. നമ്മളിവിടുന്നാണ് കയറി വന്നത് കേട്ടോ. അല്ലേ, ആ കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരാം അല്ലേ? ഇതുപോലെ അവിടെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം കയറി പോകണ്ട നോക്കി. അവിടെയൊക്കെ ചെറിയ വിഗ്രഹങ്ങൾ പോലുണ്ട്, ക്ഷേത്രങ്ങൾ പോലുണ്ട്. കയറി പോകാം. മുകളിലോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട് കേട്ടോ. മയിൽ വാ കയറിപ്പോ. ഇവിടെ ക്ഷേത്രങ്ങളാ കണ്ടോ. ഇത് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് കഴിഞ്ഞാൽ കുബേര ഭഗവാന്റെ അടുത്ത് പോകുന്ന സ്ഥലം. മുകളിലേക്ക് പോയാൽ അവിടെ പോവാം. ഇവിടെ ശരിക്കും ചെരുപ്പ് ഊരിയിട്ട് കയറി പോകണം. പിന്നെ അവർ വന്നില്ല. ഞാൻ ജസ്റ്റ് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ല ഇവിടെയൊക്കെ ചെറിയ ഗുഹകളാണ് കേട്ടോ. ഇവിടെ ആണ്ട് തേങ്ങ അടിച്ചിട്ടുണ്ട്. തേങ്ങ കൊണ്ടിട്ടുണ്ട്. ചെറിയൊരു ഗുഹയാണ്. ശരിക്കും സിമെന്റിലുള്ള കൊത്തുപണികളാണ്. അവിടെ ആണ്ട് പാറയുടെ എടുക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ദേവിയുടെ ഇതൊക്കെ ഉണ്ട്, രൂപമൊക്കെ ഉണ്ട്.
ഇത് ശരിക്കും ഇത് ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടോ, ഇത് പാറയിലാണ് കൊത്തി വെച്ചേക്കുന്നത് കേട്ടല്ലേ. പാറയിലാണ് ഒരു ദേവിയുടെ ഒരു രൂപമുണ്ട് ഇവിടെ. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് കണ്ടേ, ഇവിടുന്ന് കാണാം. പക്ഷേ ഇവിടുന്ന് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടുന്ന് ജസ്റ്റ് വെള്ളം ഇങ്ങനെ മറിഞ്ഞിട്ട് താഴേക്ക് പോകും. പക്ഷേ നല്ല രീതിയിൽ മഴയുള്ള സമയത്ത് മാത്രമേ ഇവിടെ ചെറിയൊരു അരുവിയാണ്, ആ അരുവിയിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇപ്പോൾ പക്ഷേ നല്ല രീതിയിൽ വെള്ളം ചെറുതായിട്ട് അവിടെ അലിഞ്ഞ് വീഴുന്നുണ്ട് വെള്ളം, അതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും കാണാൻ കൊള്ളാം കാഴ്ചകൾ. ആൾക്കാർ നമ്മളില്ല കാണുന്നത് അതുവഴിയാണ് വന്നത്. നമുക്കിനി തിരിച്ച് നമുക്ക് ഇതുവഴി പാലം വഴി ഇങ്ങനെ പോവാം. നല്ല അടിപൊളി വ്യൂ ആണ് കാണാം. പക്ഷേ കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, അത്രയും മുകളിലൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഇവിടെയും പോകും. നമുക്കിതിൻ്റെ മുകളിൽ പോകുന്നതൊന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഫാമിലിയായിട്ട് അങ്ങനെ കയറിപ്പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ ഏത് ഭാഗത്ത് പോയാലും ഇവിടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളിലുള്ള ഈ പാറയെന്ന് പറഞ്ഞാൽ ഇതുപോലെ അടുക്കി വെച്ചേക്കുന്നത്, ഓടടുക്കി വെച്ചേക്കുന്നതാണ് കൊള്ളാം. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരത്ത്ഗഡിൻ്റെയും ചിത്രകൂടിൻ്റെയൊക്കെ. അവിടെയൊക്കെ ഇതുപോലുള്ള അട്ടിയായിട്ട് ഇരിക്കുന്ന പാറകളാണ്. അപ്പോൾ എന്തായാലും വെള്ളമില്ലാത്തതുകൊണ്ട് കാണാനുള്ള അത്ര ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം മറിയുന്ന സമയത്ത് ഒന്ന് വരണം, അപ്പോൾ കാണാം എന്തായാലും. പിന്നെ ഇവിടെ അങ്ങും ഇങ്ങൊക്കെ ഇതാണ് മാനിൻ്റെ രൂപം, അതുപോലെ അവിടെ ഒരു കരടിയുടെ രൂപം, അതുപോലെ ഇവിടെ ഒരു കൃഷ്ണൻ പശുവിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇതിരിപ്പുണ്ട്. ഗോമാതാവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഇതുണ്ട്, വിഗ്രഹമുണ്ട്. അതിലാണ് എന്തായാലും കാണാൻ കൊള്ളാം. അടിപൊളി ഒരു അനുഭവം തന്നെയാണ്. പിന്നെ അവിടെ കുളിക്കാം, പക്ഷെ നമുക്ക് ആ വെള്ളം അത്ര എല്ലാവരും കുളിക്കുന്നില്ലേ, പ്രത്യേകിച്ച് കൊറോണയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കുളിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങില്ല. ഇവിടെ എന്ത് കാണാൻ അടിപൊളി വ്യൂ കേട്ടോ. നോക്കിയാണ് ഇങ്ങോട്ട് നോക്കി, അടിപൊളിയല്ലേ കാണാൻ. ശരിക്കും നല്ല കാണാം, നല്ല അടിപൊളി കാടാ കേട്ടോ. അങ്ങോട്ട് നോക്കി. വേണ്ട പിള്ളേരൊക്കെ സീബ്രയുടെ ഒക്കെ മുകളിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. പ്രേന് കയറണോ? വേണ്ട, സീബ്രയുടെ മുകളിൽ കളിക്കുന്നു. ഹായ്, ഉണ്ടോ കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു. ഇവിടെ വന്ന് നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റാണ്, അതാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഉണ്ടല്ലേ, നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. അതേ ഉള്ളൂ ഇവിടെ നിന്നിട്ട്. ഈ വെള്ളച്ചാട്ടം കൊണ്ടായിരുന്നെങ്കിൽ ഈ സൈഡിൽ വെള്ളച്ചാട്ടം, അതുപോലെ ഇങ്ങോട്ട് ആ കാട് നിറഞ്ഞിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാട്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. ഒരു വ്യൂ പോയിൻ്റ് അത്രയേ ഉള്ളൂ അല്ലേ. ഇത് കണ്ടല്ലേ, ഇവിടെ ഒരു ക്ഷേത്രമാണ്. ഇതാണ് കുബേർ ഭഗവാന്റെ ക്ഷേത്രം. നമ്മളിതിൻ്റെ മുകളിലാണ്. ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്. പക്ഷേ എല്ലാവരും അതിന് അപ്പുറത്താണ് നിൽക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഗട്ടറാണി വന്ന് നല്ല വെള്ളച്ചാട്ടവും അമ്പലവും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാരണം നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേനും നല്ല രീതിയിൽ നല്ല വ്യൂസും എല്ലാം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ ശരിക്കും ഇവിടെ വന്നപ്പോഴും ശരിക്കും നമുക്ക് നല്ല ആകാംക്ഷയായിരുന്നു, കാരണം ഇത്രയും തിരക്ക്. കാരണം അപ്പോൾ എന്തെങ്കിലും നല്ല കാഴ്ചയില്ല, ഇത്രയും തിരക്ക് വരത്തില്ലല്ലോ. പക്ഷേ നമ്മളവിടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളമില്ല, ശരിക്കും ഇറ്റിറ്റ് വെള്ളം വീഴുന്നുണ്ട്. പിന്നെ അമ്പലം കാണാൻ അടിപൊളിയാണ്. പിന്നെ അതുപോലെ അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോഴത്തേന് മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടുക്ക് വ്യൂ ആണ് ഈ മുകളിൽ നിന്ന് കാണാൻ. ശരിക്കും കുറച്ച് നേരമൊക്കെ പോയി ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. പക്ഷേ ഈ കൊറോണ കാരണം നമുക്കവിടെ പോയി ഇരിക്കാനൊന്നും വളരെ ഇത് തോന്നിയില്ല. അപ്പോൾ നമ്മളിഞ്ഞ് വെളി ഇറങ്ങി വന്നു, കണ്ടില്ലേ, നമ്മളിതുവഴി ഇഞ്ഞ് ഔട്ട് സൈഡ് വന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗട്ടറാണി പറ്റിയുള്ള ഒരു വ്യൂ. അപ്പോൾ ശരിക്കും ഒന്ന് വെള്ളച്ചാട്ടം ഉള്ളപ്പം ശരിക്കും വരുന്നവർ വെള്ളച്ചാട്ടം ഉള്ളപ്പം നോക്കിയിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇവിടുന്ന് ഇതുവഴിയാണ് ചെറിയ അരുവിയൊക്കെ വന്നത്. അരുവിയൊക്കെ കണ്ട വറ്റി വരണ്ട് കിടക്കുക, കണ്ടില്ലേ. ഈ അരുവിയിൽ പോലും വെള്ളമില്ല, കണ്ടോ, ഫുള്ള് വറ്റി വരണ്ട് കിടക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗട്ടറാണിയെ പറ്റിയുള്ളൊരു വിശേഷം. അപ്പോൾ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. ബൈ പറ. ബൈ.